ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് തോട്ട് ഓഫ് ദി ഡേ ആണ് നോക്കുന്നത്. ഇൻസ്പിറേഷൻ കംസ് ഫ്രം വിത്തിൻ യുവർ സെൽഫ്. വൺ ഹാസ് ടു ബി പോസിറ്റീവ്. വെൻ യു ആർ പോസിറ്റീവ്, ഗുഡ് തിങ്സ് ഹാപ്പൻ. നമ്മൾ ലാസ്റ്റിലെ തോട്ട് ഓഫ് ദി ഡേ ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻസ്പിറേഷൻ, നമ്മളൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കുമല്ലോ, ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. SSC ആണെങ്കിലും PSC ആണെങ്കിലും UPSC ആണെങ്കിലും. സോ നമ്മൾ പല സാഹചര്യങ്ങൾ നമ്മുടെ ഇൻസ്പിറേഷൻ നമ്മൾ മെന്റലി ഡൗൺ ആയി പോകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകാം. പല പല ഫാക്ടേഴ്സ് ഉണ്ടാകാം. ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഫിസിക്കലി ഒക്കെ നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരുപാട് സാഹചര്യം ഉണ്ടായിരിക്കാം. നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ ചിലപ്പോൾ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാകാം. നമ്മുടെ ഫ്രണ്ട്സോ പേരൻസോ റിലേറ്റീവ്സോ അങ്ങനെ ഒരുപാട് പേർ നമ്മൾ ചിലപ്പോൾ ഇൻസ്പയർഡ് ചെയ്യാം. നന്നായിട്ട് ചെയ്യൂ, നിനക്ക് പറ്റും എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊക്കെ ആ ഇൻസ്പിറേഷനോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ സെൽഫ് ഇൻസ്പിറേഷൻ കൂടി ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് കൂടി നമുക്ക് ഇൻസ്പിറേഷൻ വരണം. മറ്റൊരാൾ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്നത് ചിലപ്പോൾ ഇന്ന് നമുക്ക് തോന്നും, നാളെ തോന്നും, ചിലപ്പോൾ മറ്റന്നാൾ നമ്മൾ അത് ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ കുറേ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ, നമ്മൾ നമ്മളെ തന്നെ പോസിറ്റീവ് ആവാൻ കുറേ കാരണങ്ങൾ കണ്ടെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കൂടിക്കൊണ്ടുവരും. ഓരോ ദിവസവും നമ്മൾ നമ്മളെ തന്നെ എന്താ പറയാ, സപ്പോർട്ട് ചെയ്ത് കയറ്റിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും നമ്മളെ ഇൻസ്പയർ ചെയ്യുക. മറ്റുള്ളവരുടെ ഇൻസ്പിറേഷനോടൊപ്പം നമ്മൾ എപ്പോഴും ഇൻസ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതെപ്പോഴും നല്ലൊരു എന്താ പറയാ, പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനും എക്സാമിനൊക്കെ നന്നായിട്ട് ചെയ്യാനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഹാസ് ടു ബി പോസിറ്റീവ്. നെക്സ്റ്റ് ലൈൻ അതാണ്. വെൻ യു ആർ പോസിറ്റീവ്, ഗുഡ് തിങ്സ് ഹാപ്പൻ. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് പോസിറ്റീവ് ആയിട്ട് ഒരു വേ ഓഫ് തിങ്കിങ് ഉണ്ടാവത്തുള്ളൂ. പോസിറ്റീവ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യത്തുള്ളൂ. അതുപോലെ ശ്രമിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ പോസിറ്റീവ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അതുപോലെ റിസൾട്ടും ഉണ്ടാവത്തുള്ളൂ. നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ലാസ്റ്റ് തോട്ട് ഓഫ് ദി ഡേയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമുക്ക് അത് കിട്ടത്തില്ല. നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് കുത്തി നിറയ്ക്കുകയാണ്. എന്ത് സംഭവിക്കും? നമ്മൾ ശ്രമിക്കുന്നതും നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കാതാവും. എക്സാം കിട്ടത്തുമില്ല. പിന്നെ അതൊരു വിഷമമാകും. അത് ഭയങ്കര എന്താണ്, ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോവുകയും ചെയ്യും. സോ നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ശ്രമങ്ങൾ പോസിറ്റീവ് ആവത്തുള്ളൂ. റിസൾട്ടും പോസിറ്റീവ് ആവത്തുള്ളൂ. അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നടക്കത്തുള്ളൂ. സോ ഇതെപ്പോഴും ഓർത്തിരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇൻസ്പിറേഷൻ കംസ് ഫ്രം യുവർ സെൽഫ്. വൺ ഹാസ് ടു ബി പോസിറ്റീവ്. വെൻ യു ആർ പോസിറ്റീവ്, ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ. സോ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കാൻ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വളരെ വിലപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരുന്നത്. സോ ഇന്ന് നമ്മൾ ഒലീവ് ബോർഡിന്റെ ലൈവ് മോക്ക് എക്സാം ആണ് നോക്കാൻ പോകുന്നത്. ലൈവ് മോക്കിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ്, 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അത്ര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ലായിരുന്നു ഇത്തവണത്തെ ഒലീവ് ബോർഡ്. സോ എന്താണ്, നമുക്ക് ഇന്നത്തെ സൊല്യൂഷൻസ് ഒന്ന് നോക്കാം. In the following figure, M parallel to N parallel to P. ആ സിമ്പിൾ എപ്പോഴും ഓർത്തിരിക്കണം. അത് അറിയത്തില്ലെങ്കിൽ ഓർത്തിരിക്കണം. ഇത് പാരലൽ ടുവിന്റെ സിമ്പിൾ ആണ് ഇങ്ങനെ വരയ്ക്കുന്നത്. M parallel to N parallel to P എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ പാരലൽ ലൈൻസ് ആയിരിക്കും. Find the value of B in terms of A. സോ പാരലൽ ലൈൻസിന്റെ ഒരു കൺസെപ്റ്റ് സ്കൂൾ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് പാരലൽ ലൈൻ ഉണ്ട്. ഇത് ട്രാൻസ്വേഴ്സൽ എന്നാണ് ഈ ലൈനിന് പറയുന്ന പേര്. സോ ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ തീറ്റ ആയിരിക്കും. That means they are corresponding angle. Corresponding angles are equal ആണ് parallel lines ന്റെ കേസിൽ എപ്പോഴും ഓർത്തിരിക്കണം. Corresponding angles. Corresponding angles are equal. Okay. ഇനി ഫിഗർ നോക്കുക. അപ്പൊ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് കിട്ടിയല്ലോ. ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് A ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. സോ ഫാർ ഈ ഫിഗർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫൈ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തുമായിരിക്കും? ഫൈ ആയിരിക്കും. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആണ്. സോ ഈ ആംഗിളും എന്താണ്? A തന്നെയാണ്. ഇത് B ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതും B ആയിരിക്കും. കാരണം ഇത് ഞാൻ വരച്ചതുപോലെ തന്നെയാണ്. ഇതൊരു പാരലൽ ലൈൻ ആണ്. ഇതൊരു പാരലൽ ലൈൻ ആണ്. ഈ ഒരു ലൈൻ. സോ ഈ B എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിളും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് B ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് ഫുൾ ആംഗിൾ. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ നിങ്ങൾ കൺസിഡർ ചെയ്തോളുക. ഫിഗർ വരയ്ക്കാം. ഈ ഒരു ട്രയാംഗിൾ എടുത്തു. ഇത് ഒരു ട്രയാംഗിൾ ആണ്. സോ അതിൽ ഈ ആംഗിൾ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് A ആണ്. സോ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് A ആയിരിക്കും. 90 മൈനസ് A ആണ് അല്ലെ. ടോട്ടൽ 180 ആണ്. അതിലൊരു ഭാഗം 90 ആണ്. ഒന്നേയാണ്, മറ്റേ 90 മൈനസ് A. സോ ആംഗിൾ B എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് 90 മൈനസ് A ആയിരിക്കും. അതായത് 90 പ്ലസ് A ആയിരിക്കും. എന്തുകൊണ്ടാണ് 180 മൈനസ് എടുത്തത്? രണ്ടും കൂടെ ചേർന്ന് എന്താണ്? ഒരു ലീനിയർ പെയർ ആണ് ഫോം ചെയ്യുന്നത്. അതായത് ഇത് ഫുള്ള് ഫോം ചെയ്യുന്നത് എന്താണ്? ഒരു ലീനിയർ പെയർ ആണ് ഫോം ചെയ്യുന്നത്. സോ അതുകൊണ്ട് 180 ഡിഗ്രി ആയിരിക്കും. സോ 180 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ ആംഗിൾ A മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ആംഗിൾ B ബിയുടെ വാല്യൂ നമുക്ക് ലഭിക്കും. സോ അത് ആൻസർ എന്ന് പറയുന്നത് 90 പ്ലസ് A ആണ്. ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ.
The price of a shirt is decreased by 20%, then increased by 35%. Original price എന്ന് പറയുന്നത് 800 ആണ്. So final price എത്രയാണ്? ഒരു രീതി എന്ന് പറയുന്നത് original price 800 ആണ്. So decreased by 20%, 1/5. So 4/5 decrease ചെയ്യുന്നു. 35% എന്ന് പറയുമ്പോൾ 35/100 ആണ്. അതായത് 7/20 വരും. അതായത് increased അല്ലേ? So അത് 27/20 വരും. So ഇത് ക്യാൻസൽ ചെയ്യാം. 5 into 2 ഇത് 100 വരും അല്ലേ? 100 വരുമ്പോൾ 2 0. Is equal to 32 multiplied with 27 വരും. So last digit 4 ആണ്. 4 വരുന്ന രണ്ട് ആൻസർ ഉണ്ട്. So 32, 27. 21, 25, 26, 28, 64. So ഏതായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഓർ 20% ഡിക്രീസ് ചെയ്തു 1/5, അതായത് 5 ആണെങ്കിൽ 4, ഇൻക്രീസ്ഡ് ബൈ 35% എന്ന് പറയുമ്പോൾ 20 ആണെങ്കിൽ 27. സോ ഇവിടെ 100 വരും, ഇവിടെയാണെങ്കിൽ 8 to 108 വരും. ഒറിജിനൽ പ്രൈസ് 100 എന്ന് പറയുന്നത് 800 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈനൽ പ്രൈസ് 108 എത്രയായിരിക്കും എന്നാണ്. സോ 108 മൾട്ടിപ്ലൈഡ് വിത്ത് 8 ആയിരിക്കും 864 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. The following line graph runs of 5 different players തന്നിട്ടുണ്ട്, March 1 and 2. Read the line graph carefully and answer the question. ഒരു റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. നിഖിൽ ആൻഡ് മൻമോഹൻ in March 1 together എത്രയാണ്? 55 plus 45, 100 is to total runs scored by അർപ്പിത് and അർക്കദീപ്. അർപ്പിത് ആണെങ്കിൽ 65, അർക്കദീപ് 35. സോ അതും 100 തന്നെയാണ്. സോ എത്രയായിരിക്കും റേഷ്യോ? 1:1 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. Height of a cylindrical wire is 10 centimeter less than radius. Curved surface area of wire 2 pi RH എന്ന് പറയുന്നത് 5500 ആണ്. So 2 multiplied with 22/7, R അറിയില്ല, H ആണ് R minus 10 is equal to 5500 വരും. So ഇത് 11 വെച്ച് ചെയ്യാം. 11 to 11 500 വരും. 2 to 4 4 1 4 2s are 8 5 1 25. So R multiplied with R minus 10 എന്ന് പറയുന്നത് 7 multiplied with 125 ആണ്. 7 multiplied with 125. 5 7s are 3 7 875. അതായത് R multiplied with R minus 10 എന്ന് പറയുന്നത് 875. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈറ്റിന്റെ വാല്യൂ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. R square minus 10 അങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ആറിന് ഏതെങ്കിലും വാല്യൂ പുട്ട് ചെയ്തിട്ട് അങ്ങനെ നോക്കുകയും ചെയ്യാം. അതായത് ഇവിടെ എന്തായാലും അതൊരു 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം നമുക്ക് കിട്ടേണ്ട ആൻസർ 875 ആണ്. ഇവിടെ ഓപ്ഷനിൽ കിടക്കുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ 39 ഉണ്ട് 14 ഉണ്ട്. ഇനി ഹൈറ്റ് 14 ആണെന്നുണ്ടെങ്കിൽ ആർ എത്ര വരും? 24 വരും. 24 into 14 വരത്തില്ല, കാരണം ന്യൂ ഡിജിറ്റ് 6 ആവും. 39 എടുത്ത് ഹൈറ്റ് 39 ആണെങ്കിൽ റേഡിയസ് എത്ര? 49. 49 into 39 അത് വരത്തില്ല. പിന്നെ 46 ഹൈറ്റ് വന്നു കഴിഞ്ഞാൽ റേഡിയസ് എത്ര വരും? 56 വരും. സോ 56 മൾട്ടിപ്ലൈ വിത്ത് 46 വരത്തില്ല. സോ പിന്നെ വരുന്ന ഓപ്ഷൻ 25 ഉള്ളൂ. അപ്പൊ 25 മൾട്ടിപ്ലൈഡ് വിത്ത് 15, 25 റേഡിയസ് ആകുമ്പോൾ ഹൈറ്റ് 35 ആണ്. 35 into 25 2. സോ ഇതായിരിക്കും ആൻസർ. ഓപ്ഷൻ സി 25 സെന്റിമീറ്റർ ആയിരിക്കും ആൻസർ. അതല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും. A cylindrical bucket of radius 30 centimeter, height 50 centimeter, full of water. So water എല്ലാം കൂടെ ഒരു റെക്ടാങ്കുലർ കണ്ടെയ്നറിലോട്ട് എംപ്റ്റി ചെയ്തു. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, പക്ഷെ ഹൈറ്റ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സിന്റെ വാല്യൂ ആണ്. സോ സിലിണ്ട്രിക്കൽ ബക്കറ്റിന്റെ ഒരു വോളിയം എന്ന് പറയുന്നത് πr²h. സോ πr²h എന്ന് പറയുന്നതും r²h എന്ന് പറയുന്നത് തന്നെയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത്. സോ അത് ഇവിടെ വരുന്നത് 22/7 മൾട്ടിപ്ലൈഡ് വിത്ത് 900, ഹൈറ്റ് 50, ലെങ്ത് 60, ബ്രെഡ്ത്ത് 25, പിന്നെ ഒരു എക്സ് വരും. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൾട്ടിപ്ലൈ അല്ല, സിംപ്ലിഫൈ ചെയ്യുമ്പം 25 ഇത് 2 എടുക്കാം അല്ലേ, 3 വരും, 3 30 വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 660/7 വരും. ഇത് എത്ര വരും? 9 63 വരും. 7 4s are 28, 2 വരുമ്പോൾ 2s are 14 വരും, പിന്നെ 6 7 8. സോ 94.3 സെന്റിമീറ്റർ അപ്രോക്സിമേറ്റ് വരും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ഫൈൻഡ് tan 3y/2 if sec y plus tan y equal to √3. ഇതിൽ yക്ക് വാല്യൂ ഇട്ട് കൊടുക്കുക. ആ വാല്യൂസ് ചെക്ക് ചെയ്യുക. ഇപ്പൊ 30° നോക്കുക, 60° നോക്കുക. അങ്ങനെ വാല്യൂസ് ഇട്ടിട്ട് yയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നമുക്കറിയാം 1 അല്ലെങ്കിൽ tan സ്ക്വയർ തീറ്റ മൈനസ് 6 സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് -1 അല്ലെ 6 സ്ക്വയർ തീറ്റ മൈനസ് tan സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. സോ അതായത് ഇവിടെയാണ് sec y plus tan y √3 ആണെങ്കിൽ sec y മൈനസ് tan y എന്തായിരിക്കും? അതിന്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും, 1/√3 ആയിരിക്കും. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലഭിക്കും? 2 sec y എന്ന് പറയുന്നത് 4/√3 വരും. sec y എന്ന് പറയുന്നത് 2/√3 എന്ന് വരും. ഓർ cos y എന്ന് പറയുന്നത് √3/2. y എത്രയായിരിക്കും? sin 30 cos 60 1/2 cos 30 ആയിരിക്കും √3/2. സോ yയുടെ വാല്യൂ √30° എന്ന് കിട്ടി. സോ tan 3 × 3/2 എന്ന് വരും. ദാറ്റ് ഈസ് tan 45 ആണ്, 1 ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അതല്ലേ yക്ക് നമ്മൾ വാല്യൂ 60°യോ 30°. അപ്പം 45° കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അപ്പോൾ 30° 60° വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണേലും കണ്ടുപിടിക്കാം. If a student divided a number by 25 instead of 45 and got the answer 108. അപ്പോൾ ഒരു നമ്പറിനെ 25 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ 108 ആണ് കിട്ടുന്നത്, റിമൈൻഡർ 0 എന്നുള്ള കൺസെപ്റ്റിൽ. സോ നമുക്കറിയാം ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ മൾട്ടിപ്ലൈഡ് വിത്ത് കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇവിടെ റിമൈൻഡർ പറയുന്നതിന് റിമൈൻഡർ 0 എന്ന് എടുക്കുക. സോ ഇവിടെ ഡിവിഡൻഡ് നമുക്കറിയില്ല. സോ നമ്മളിവിടെ എക്സ് എന്ന് എടുത്തു. ഈസ് ഈക്വൽ ഡിവൈസർ എത്രയാണ്? 25. ആൻസർ 108. സോ എക്സ് എന്ന് പറഞ്ഞാൽ 108 ആയിരിക്കും. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ആൻസർ ആണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എത്ര വരും? 25 മൾട്ടിപ്ലൈഡ് വിത്ത് 108. ശരിക്കും ഏത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 45 ആണ്. ഓക്കെ, സോ അതെത്ര വരും? 5 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. A manufacturer sold an item to a dealer at 15% profit. 15% പ്രോഫിറ്റിൽ ഒരു മാനുഫാക്ചറർ ഒരു ഐറ്റം ഡീലറിന് കൊടുക്കുന്നു. ഡീലർ അത് കസ്റ്റമർ സോൾഡ് ചെയ്യുന്നത് 210 പ്രോഫിറ്റിലാണ്. കസ്റ്റമർ ഡയറക്ട്ലി ആ ഐറ്റം പർച്ചേസ് ചെയ്യാണ് മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന്. ഡീലർ ഇല്ല, ഡയറക്ട്ലി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സെയിം പ്രൈസിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഡീലർ പർച്ചേസ് ചെയ്ത അതേ എമൗണ്ടിലാണ് കസ്റ്റമർ ഡയറക്ട്ലി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മാനുഫാക്ചറിന് 50% പ്രോഫിറ്റ് കിട്ടും. ഫൈൻഡ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് ഐറ്റം എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ 15% എന്ന് പറയുമ്പോൾ അത് എത്ര വരും? 15 എന്ന് പറയുമ്പോൾ 15/100 is equal to 3/20 വരും. സോ 3/20 3/20 അതായത് 20x 23x. ഓക്കെ, നെക്സ്റ്റ് കേസിൽ പറയാണ് 23x ഡീലർ സോൾഡ് ചെയ്യുന്നത് 23x പ്ലസ് 210 പ്രോഫിറ്റിലാണ് അയാൾക്ക് കിട്ടുന്നത്. സോ നെക്സ്റ്റ് പറയുന്നു കസ്റ്റമർ ഡയറക്ട്ലി ആ ഐറ്റം പർച്ചേസ് ചെയ്യുന്നു ഫ്രം മാനുഫാക്ചർ സെയിം പ്രൈസ് അറ്റ് വിച്ച് പർച്ചേസ് ഫ്രം ഡീലർ, അതായത് 20x തന്നെ. അപ്പോൾ മാനുഫാക്ചറിന് കോസ്റ്റ് ചെയ്യുന്നത് 50% ആണ്. സോ അതായത് 20x ആയിരിക്കും കോസ്റ്റ് പ്രൈസ്, 23x പ്ലസ് 20 എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും. പ്രോഫിറ്റ് 50%, അതായത് 1/2. സോ ഇവയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3x പ്ലസ് 20 ആണ്. അതായത് 3x പ്ലസ് 20 ബൈ കോസ്റ്റ് പ്ലസ് 20x is equal to 1/2. 6x plus 40 is equal to 20x 6x plus 40 multiplied with 2 into 3 210. സോ 210 ആണല്ലോ ഇത്, 20 അല്ല, ഇത് 210 ആണ്. 210. ഓക്കെ, സോ ഇത് 210 ഇവിടെയും 210. സോ ഇത് എത്ര വരും? 3x പ്ലസ് 240 വരും, 220 വരും. സോ 6x പ്ലസ് 420 എന്ന് വരും ഈസ് ഈക്വൽ ടു 20x, അതായത് 14x ഈക്വൽ ടു 420. എക്സിന്റെ വാല്യൂ 30 വരും. സോ എക്സ് 30 ആണെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്ര? 20x ആണ്. അതായത് 20 into 30 എത്ര വരും? 600 rupees വരും.
അതല്ലെങ്കിൽ ഇപ്പോൾ അതല്ലാതെ ഒരു വഴി എന്ന് പറഞ്ഞാൽ 100 റുപ്പീസിന്റെ സാധനം 150 വന്നു. നെക്സ്റ്റ് എത്രയാണ്? ഈ മാനുഫാക്ചർ ആൻഡ് പ്രോഫിറ്റ് 150 ആണ്, പ്രോഫിറ്റ് എന്നാണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോളൂ. അപ്പം ഇവിടെ 210 എന്ന് പറയുന്നത് എന്തായിരിക്കും? 210 പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ 35 എന്ന് പറയുന്നതായിരിക്കും 210 എന്ന് പറയുന്നത്. സോ ഇവിടെ 1 എന്ന് പറയുന്നത് ഇത് ഇൻറ്റു 6 ആയിരിക്കുമല്ലോ 1. അപ്പോൾ ഇത് ഇൻറ്റു മൾട്ടിപ്ലൈഡ് വിത്ത് 6 ആണ്, ഇത് മൾട്ടിപ്ലൈഡ് വിത്ത് 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 മൾട്ടിപ്ലൈഡ് വിത്ത് 100 ആയിരിക്കും, ദാറ്റ് ഈസ് 600 റുപ്പീസ്. അങ്ങനെയും ചെയ്യാം, അല്ല ഡയറക്ട്ലി ഇങ്ങനെയും ചെയ്യും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു DI ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫോളോയിങ് ടേബിൾ ഷോസ് മണി ഇൻവെസ്റ്റഡ് ബൈ X in 5 different schemes. So calculate the total simple interest received on amount invested in scheme A and scheme E together at 10% rate of interest for 2 years. അതായത് സ്കീം എ പറയുകയാണെങ്കിൽ 4213 മൾട്ടിപ്ലൈഡ് വിത്ത് 10 by 100 മൾട്ടിപ്ലൈഡ് വിത്ത് 2 പ്ലസ് ടോട്ടൽ ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇ ആണെന്നുണ്ടെങ്കിൽ 3317 മൾട്ടിപ്ലൈഡ് വിത്ത് 10 by 100 മൾട്ടിപ്ലൈഡ് വിത്ത് 2. സോ ഇതിൽ 20 by 100 കോമൺ ആണ്. അതിനുശേഷം രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. 1 2 3 5 7. സോ ഇത് എത്ര വരും? 753 മൾട്ടിപ്ലൈഡ് വിത്ത് 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60111506 റുപ്പീസ്. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ പ്രൊഡക്റ്റ്? 3 സ്ക്വയർ എന്ന് പറയുന്ന 9 ആണ്. 9 മൾട്ടിപ്ലൈഡ് വിത്ത് 2 മൾട്ടിപ്ലൈഡ് 6 സ്ക്വയർ 36 ആയിരിക്കും. സോ 18 into 6 വരും. 6 8s are 48, 4 108. സോ എന്താണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്? 8 ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. എ ബി സി ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 80 days. എ ആണെങ്കിൽ 18 days, ബി ആണെങ്കിൽ 8 days, സി ആണെങ്കിൽ 36 days. സോ അവരുടെ ഒരു LCM കാൽക്കുലേറ്റ് ചെയ്താൽ ടോട്ടൽ വർക്ക് നമുക്ക് 72 എന്ന് എടുക്കാം. സോ എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 9, സിയുടെ എഫിഷ്യൻസി 2. If A starts a work and works for 3 days, അപ്പോൾ A വർക്ക് തുടങ്ങി, 4 ആണ് എയുടെ എഫിഷ്യൻസി. സോ 3 ദിവസം എന്ന് പറഞ്ഞാൽ 4 മൾട്ടിപ്ലൈഡ് വിത്ത് 3. നെക്സ്റ്റ് ബിയും കൂടെ അവരോടൊപ്പം ജോയിൻ ചെയ്തു. സോ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 + 9 ആണ്. എത്രയാണത്? 13 ആണ്. 13 എത്ര ദിവസം വർക്ക് ചെയ്തു? 2 days വർക്ക് ചെയ്തു. സോ ടോട്ടൽ 12 + 26 വരും. 26 36 38 വർക്കാണ്. റിമൈനിങ് വർക്ക് എത്രയാണ്? 72 മൈനസ് 38 4 34. സോ ഈ വർക്ക് ആരാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? സി അലോൺ ആണ്. സി അലോൺ 34, സിയുടെ എഫിഷ്യൻസി 2 ആണ്. അതായത് 17 days വർക്ക് ചെയ്യും. അതാണ് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ഡി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ സി അലോൺ എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചോദിക്കാൻ ടോട്ടൽ വർക്ക് തീരാൻ എത്ര ദിവസം എടുത്തു എന്ന് ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെയാണ് ഇതെല്ലാം എ വർക്ക് ചെയ്തതും ഒരുമിച്ച് വർക്ക് ചെയ്തതും എല്ലാം ചിലപ്പോൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Which of the following statement is true? Mean proportional of 15 and root 375. So അതായത് mean proportional 15 into root of 375. അതായത് 15 multiplied with 5 7s are 35 is equal to root of 5 3 5 25 into 3 വരും. അതായത് 25 into 3 that is 75. So option 1 എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആണ്, മീൻ പ്രൊപ്പോർഷണൽ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് തേർഡ് പ്രൊപ്പോർഷണൽ 26 and 52. തേർഡ് പ്രൊപ്പോർഷണൽ 26 52 52 x എന്നാണ്. സോ x ഈക്വൽ ടു 52 മൾട്ടിപ്ലൈഡ് വിത്ത് 52 by 26 104 ആണ് വരേണ്ടത്. പക്ഷെ ഓപ്ഷനിൽ ഏതാണ്? 156 ആണ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ 1 മാത്രമേ ഇവിടെ കറക്റ്റ് ഉള്ളൂ. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് വിച്ച് ഈസ് 210 meter ഹൈ. സോ 210 meter ഹൈ ഉള്ള ഒരു ബിൽഡിംഗ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 2 points A and B 60 degree 30 degree. രണ്ട് പോയിന്റ്സും ഓപ്പോസിറ്റ് സൈഡ് ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ നമ്മൾ വരയ്ക്കണം. 210 ഓപ്പോസിറ്റ് സൈഡിലാണ്, ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ്, ഒരു ആംഗിൾ 30 ഡിഗ്രി, ആംഗിൾ ഒരു 30 ഡിഗ്രി. സോ വാട്ട്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി? എ ബി, എ 60 ഡിഗ്രി ബി 30 ഡിഗ്രി. നമ്മൾ വെച്ചിരിക്കുന്ന രണ്ടുപേർ ഡിസ്റ്റൻസ് ആണ്. ഇത് 210 ആണ്. ഇനി ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്താൽ കിട്ടുകയില്ല. കാരണം നമുക്കിവിടെ tan 60 എടുക്കാം. tan 60 എന്ന് പറഞ്ഞാൽ 210 by ഈ സ്ഥലമായിരിക്കും. ഇപ്പോൾ ഇത് സി എന്ന് കൊടുക്കുകയാണ്, എ സി ആയിരിക്കും. അത് tan 30 1/√3 എടുത്ത് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ശേഷം ആഡ് ചെയ്യാം, കുഴപ്പമില്ല ഇക്വേഷൻ. പക്ഷെ അതിലും ഈസി നമുക്ക് ഇതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. സോ tan 60 എന്ന് പറഞ്ഞാൽ √3/1. അപ്പോൾ √3 എന്ന് പറയുന്നത് 210. സോ 1 എന്ന് പറയുന്നത് 210/√3 ആയിരിക്കും അല്ലെ, അതായത് 70√3.
വിത്ത് AC എന്ന് പറഞ്ഞാൽ 70√3 ആയിരിക്കും. ഇത് tan 30 1/√3. 1 എന്ന് പറഞ്ഞാൽ 210 ആണ്. അപ്പോൾ √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 210√3. സോ AB എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 70√3 പ്ലസ് 210√3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 280√3 മീറ്റർ ആയിരിക്കും. സോ ഇതായിരിക്കും കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 3 friends started from walking A to B. A, B ഡിസ്റ്റൻസ് സെയിം ആണ്. സ്പീഡിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു 4:3:5. ഓക്കെ. ടൈം റേഷ്യോ ടു റീച്ച് പ്ലേസ് ബി ബൈ ദീസ് ഫ്രണ്ട്സ്. സോ ഡിസ്റ്റൻസ് സെയിം ആണ്. സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. സോ സ്പീഡ് എന്ന് പറയുന്ന ടൈം എന്ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. സോ ടൈം എന്ന് പറഞ്ഞാൽ 1/4:1/3:1/5. 60 ആയിരിക്കും വരുന്നത്. സോ 60 ആകുമ്പോൾ 60/20 വരും, 12 വരും. സോ 15:20:12 ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന വാല്യൂസ് നോക്കുക. ഇഫ് എക്സ് സൈൻ സ്ക്വയർ 57 മൈനസ് കോസ് സ്ക്വയർ 33. അത് നോക്കുക. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും ഈക്വൽ ആണ് എപ്പോൾ x+y എന്ന് പറയുന്നത്. രണ്ട് തീറ്റ ആഡ് ചെയ്യുന്ന 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര? 90 ഡിഗ്രി. അപ്പോൾ സൈൻ സ്ക്വയർ 57 കോസ് സ്ക്വയർ 33 സെയിം ആണ്. സോ ഈ വാല്യൂ എന്തായി? 0 ആയി. നെക്സ്റ്റ് കൊസീക് സ്ക്വയർ 61 മൈനസ് ടാൻ സ്ക്വയർ 29. കൊസീക് സ്ക്വയർ 69 എന്ന് പറയുന്നത് തന്നെയാണ് cosec square 61 is same as sec square 29 degree. So sec square 29 minus tan square 29 എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1 plus tan square theta എന്ന് sec square theta. അതേ കൺസെപ്റ്റ്. അപ്പോൾ ഇത്രയും ഭാഗം എന്തായി? 1 ആയി. സോ ഇത് 1/2 ആവും. സോ എത്ര വരും? 4 plus 1/2 എന്ന് പറയുന്നത് x/3 ആയിരിക്കും. 9/2 എന്ന് പറയുന്നത് x/3 implies x equal to 27/2 ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് x³ മൈനസ് y³ മൈനസ് xy² പ്ലസ് x²y/x+y². ഇത് ഡയറക്ട്ലി എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂവും തന്നിരിക്കുന്നത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. കാരണം കാൽക്കുലേഷൻ കൂടിക്കൊണ്ടിരിക്കും. അതിലും എളുപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് അത് ആദ്യമേ നോക്കാം. ഓക്കെ. സോ x³ മൈനസ് x³ മൈനസ് y³. xy കോമൺ എടുത്തു. സോ ഇത് എത്ര വരും? y പ്ലസ് എക്സ് വരും. സോ y പ്ലസ് എക്സ് അല്ല, y മൈനസ് എക്സ്. y മൈനസ് എക്സ് വരും. y x പ്ലസ് y ദ ഹോൾ സ്ക്വയർ വരും. a³ മൈനസ് b³ എന്ന് പറഞ്ഞാൽ a മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ്. മൈനസ്, അപ്പം ഞാനിവിടെ y മൈനസ് എക്സ് ആണ് അല്ലേ? എനിക്കത് x മൈനസ് വൈ ആക്കണം. ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ xy ഇൻറ്റു എക്സ് മൈനസ് വൈ. y x പ്ലസ് y ദ ഹോൾ സ്ക്വയർ ആണ്. x മൈനസ് വൈ ഞാൻ രണ്ടിടത്തും കോമൺ എടുത്തു. സോ ബ്രാക്കറ്റിൽ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആയി. ബൈ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. സോ എക്സ് മൈനസ് വൈ മൾട്ടിപ്ലൈഡ് വിത്ത് മേളിൽ എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. ബൈ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ തന്നെ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ. രണ്ടും എന്താണ്? ക്യാൻസൽ ആയി പോകും. ഇനി ഡയറക്ട്ലി ആൻസർ നമുക്ക് നോക്കാം. സോ എക്സ് മൈനസ് വൈ കണ്ടുപിടിച്ചാൽ മതി ശരിക്കും. അതായത് എ സ്ക്വയർ പ്ലസ് 1 മൈനസ് എ സ്ക്വയർ പ്ലസ് എ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് വരും. മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ആയി. എ സ്ക്വയറും മൈനസ് എ സ്ക്വയറും ക്യാൻസൽ ആയി. പിന്നെ ഏതുണ്ട്? എ ആണ് ആൻസർ. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. നമ്മൾ വാല്യൂ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആവും, കുറച്ചുകൂടെ കാൽക്കുലേറ്റഡ് ആവുന്നുള്ളൂ. ആൻസർ കിട്ടുമായിരിക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റിനെ സിംപ്ലിഫൈ ചെയ്ത് വാല്യൂ നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ പാകത്തിനുള്ള രീതിയിൽ എത്തിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2 സർക്കിൾസ് വിത്ത് റേഡിയസ് 37 സെന്റിമീറ്റർ അതുപോലെ 12.5 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി ടച്ച് ചെയ്തിരിക്കുന്ന ഇന്റേണലി ആണ്. കോഡ് PQ എന്ന് പറയുന്നത് ബിഗർ സർക്കിളിന്റെ കോഡാണ്. ടാൻജന്റ് ടു സ്മോൾ സർക്കിൾ. സോ ഇത് P, ഇത് Q ആണ്. സോ ലെങ്ത് PQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന്റെ ഒരു സെന്റർ ഇതാണെന്ന് എടുത്തു കഴിഞ്ഞാൽ സെന്റർ നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അതുപോലെ ഒരു O നമ്മൾ അടയാളപ്പെടുത്തി. PQRS ഇത്രയും ലെങ്ത് അടയാളപ്പെടുത്തി. സോ പിയുടെ ലെങ്ത് 37 ആണെന്ന് നമുക്കറിയാം. അതുപോലെ OS എന്ന് പറയുന്നത് 37 സെന്റിമീറ്റർ ആണ്.
RS എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ. എങ്ങനെയാണ്? സ്മോൾ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 12.5. സോ ടോട്ടൽ 25 ആയിരിക്കും. അതിനർത്ഥം OR ന്റെ ലെങ്ത് എത്രയായിരിക്കും? 12 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? 37 മൈനസ് 25. സോ OR കിട്ടി. ഇനി ടാൻജന്റ് ഒരു സർക്കിളിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? സെൻട്രിൽ നിന്ന് വരയ്ക്കുന്ന ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഈ ലൈൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആണ്. സോ അതിൽ നമുക്ക് എന്ത് ലഭിക്കും? PR. സോ PR എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 37 square minus OR 12 square ആണ്. That is equal to root of 49 multiplied with 25. That is 7 into 5, 35 centimeter. PQ എന്ന് പറയുന്നത് 2PR ആണ്. So that is equal to 70 centimeter. Option B ആയിരിക്കും correct answer. A purchased an article for rupees 4,200. So markup ചെയ്തിരിക്കുന്നത് 50%. അതായത് 3/2 multiplied with 4,200 ആണ്. അതായത് 6,300 rupees. അതിനുശേഷം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 12.5% ഡിസ്കൗണ്ട്, അതായത് 7/8 ഓഫ് 6,300 ഈ ഒരു ആർട്ടിക്കിൾ വിൽക്കുന്നത്. സോ ഇത് 6,300/8 എന്ന് വരും. സോ 2 4 2 1s 2 സോറി 2 3 2 1 2 5 0 വരും, 2 വരും, 2 2 5 2 7 2 7 40 1575 multiplied with 7 1575 multiplied with 7 3 49 52 5 44 11025, അതായത് 11025 divided by 2 എന്ന് വരും. is equal to 5 2s are 10, 5 2s are 10, 2 1s are 2, 2 1s are 2, 0.5, 5 1s are 10, 5 1s are 10, 2 oh sorry 7 2s are 40, നോട്ടെ 5 2s are 10, 2s are 10, oh so 2 2s are 4, so 2 1 2 വരും, 12.5 വരും. സോ അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് 5512.5 മൈനസ് 4,200 ആയിരിക്കും. അതായത് 1312.5 റുപ്പീസ് ആയിരിക്കും. ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇൻ ട്രയാങ്കിൾ ABC, AB യുടെ ലെങ്ത് 8 സെന്റിമീറ്റർ, അതുപോലെ BC യുടെ ലെങ്ത് 2√14, AC യുടെ ലെങ്ത് 6 സെന്റിമീറ്റർ. P എന്ന് പറയുന്ന ഒരു പോയിന്റ് BPയും CP ഈക്വൽ ആണ്. സോ ദാറ്റ് മീൻസ് P എന്ന് പറയുന്നത് എപ്പോഴും മിഡ് പോയിന്റ് ആണ്. ഇവിടെ മിഡ് പോയിന്റ് ആണ്. BPയും CP ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. സോ ഇത് √14 ആയിരിക്കും, ഇതും എന്താണ് √14 ആണ്. കാരണം ടോട്ടൽ 2√14 ആണല്ലോ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AP. സോ നമ്മൾ മീഡിയൻ ആണ്, മിഡ് പോയിന്റ് ടച്ച് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് AP എന്ന് പറയുന്നത് മീഡിയൻ ആണ്. സോ മീഡിയന്റെ ലെങ്ത് നമ്മൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 മൾട്ടിപ്ലൈഡ് വിത്ത് AP സ്ക്വയർ പ്ലസ് BP സ്ക്വയർ. സോ ഇത് 100 വരും. 100 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു AD എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BP എന്ന് പറയുമ്പോൾ 40. സോ AD സ്ക്വയർ ഈസ് ഈക്വൽ ടു 15 മൈനസ് 14 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36. AD എന്ന് പറയുന്ന ലെങ്ത് എത്രയായിരിക്കും? √36 6 സെന്റിമീറ്റർ. അതാണ്. സോ AD അല്ല AP, AD അല്ല, ഇവിടെ എല്ലാം AP ആണ് കേട്ടോ. സോ AP യുടെ ലെങ്ത് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ. The simplified form of x plus 2y the whole cube plus x minus 2y the whole cube. അതിന് നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് ആലോചിക്കുക. A plus b the whole cube minus a minus b the whole cube എന്ന് പറയുമ്പോൾ a minus b the whole cube എന്ന് പറയുമ്പോൾ ഇവിടെ a ക്യൂബ് വരും, b ക്യൂബ് വരും, ഇവിടെ ഒരു a ക്യൂബ് വരും, മൈനസ് b ക്യൂബ് വരും, ഇവിടെയാണ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ വരും. നെക്സ്റ്റിലാണെങ്കിൽ മൈനസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ എന്ന് വരും. സോ ഇതിൽ കുറച്ചൊക്കെ ക്യാൻസൽ ആയി പോകും. b ക്യൂബും ക്യാൻസൽ ആയി, അതുപോലെ മൈനസ് 3a സ്ക്വയർ ബിയും പ്ലസ് 3a സ്ക്വയർ ബിയും ക്യാൻസൽ ആയി. സോ ഈസ് ഈക്വൽ ടു 2a ക്യൂബ് പ്ലസ് 6ab സ്ക്വയർ എന്ന് വരും. സോ അത് തന്നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ a എന്ന് പറയുന്നത് x ആയിരിക്കും, b എന്ന് പറയുന്നത് എന്താണ്? 2y ആയിരിക്കും. സോ ഇവിടെ എന്ത് വരും? 2x ക്യൂബ് പ്ലസ് 6 മൾട്ടിപ്ലൈഡ് വിത്ത് x മൾട്ടിപ്ലൈഡ് വിത്ത് 2y the whole സ്ക്വയർ എന്ന് വരും. അതായത് 2x ക്യൂബ് പ്ലസ് 24xy സ്ക്വയർ. ഓപ്ഷൻ A ആയിരിക്കും കറക്റ്റ് ആൻസർ.
T is a point on circle with a center S such that a 30 cm long chord PQ is bisected by ST at point R. അതായത് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക, സെന്റർ എസ് ആണെന്ന് വിചാരിക്കുക. എസ് ടി എന്ന് പറഞ്ഞ പോയിന്റ് ഓൺ സർക്കിൾ വിത്ത് സെന്റർ സച്ച് ദാറ്റ് 30 cm ലോങ് പി ക്യൂ എന്ന് പറയുന്ന ഒരു കോഡ്, പി ക്യൂ കോഡ് ബൈസെക്ട് ചെയ്യാണ് എസ് ടി. എവിടെ വെച്ച്, ഏത് പോയിന്റ് ആണ്, ആർ എന്ന പോയിന്റിൽ വെച്ചിട്ട്. ഓക്കെ, സോ ഇത് ഈ കോഡിലോട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി ആയിരിക്കും, കാരണം എസ് എന്ന് പറഞ്ഞ സെന്ററിൽ നിന്നാണ് ലൈൻ പോകുന്നത്. സോ അതെന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. എസ് പിയുടെ ലെങ്ത് 25 നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ടി ലോങ് പി ക്യൂവിന്റെ ലെങ്ത് 30 ആണ്. സോ പി ആർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആയിരിക്കും, നേർ ഹാഫ് ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കും വാട്ട്സ് ലെങ്ത് ഓഫ് ആർ ടി ആണ്. എസ് ആർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 25 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ ആയിരിക്കും. അതൊരു എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 40 മൾട്ടിപ്ലൈഡ് വിത്ത് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ കിട്ടും. സോ എസ് ആർ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ടി ആണ്. ആർ ടി എന്ന് പറയുന്നത് എസ് ടിയിൽ നിന്നും എസ് ആർ മൈനസ് ചെയ്യുന്നതാണ്. എസ് ടി എന്ന് പറയുന്നത് എത്രയാണ്, 25 ആണ്, കാരണം നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. 25 മൈനസ് എസ് ആർ 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. A invested rupees 5,000 simple interest at 15% for 3 years. അതുപോലെ 4,000 common interest at 20% for 2 years. Find the difference between the interest received from both schemes. So I1 എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 5,000 15 into 3 by 100 വരും. അതായത് 75 2250 റുപ്പീസ് ആയിരിക്കും ആദ്യത്തെ ഇൻട്രസ്റ്റ്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് I2 എന്ന് പറയുന്നത്, ഇപ്പോൾ 4,000 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷം. സോ 20 by 100 വരും, 20 by 100 വരും. സോ ഇവിടെ 800, ഇവിടെ 800, 20 by 100 വരുമ്പോൾ 160. സോ ഇവിടുത്തെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഇൻട്രസ്റ്റ് I2 എന്ന് പറയുന്നത് 1760 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് 2250 മൈനസ് 1760 984, അതായത് 490 റുപ്പീസ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ 20% ആണല്ലോ. 20% എന്ന് പറയുമ്പോൾ 1/5 ആണ്. അതായത് 5 ആണെങ്കിൽ 6 ആയിരിക്കും. 2 years ആണ്, 5 6, അതായത് ഇത് 25 വരും, 36 വരും. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 4,000, അതായത് 25 എന്ന് പറയുന്നത് 4,000 ആണെങ്കിൽ ഇൻട്രസ്റ്റ് 11 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 4,000 by 25 മൾട്ടിപ്ലൈഡ് വിത്ത് 11, 5 800 5 160, അതായത് 1760 റുപ്പീസ് വരും. മേളിൽ കിട്ടിയ അതേ ആൻസർ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയും ചെയ്യാം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് 2 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഓൾവേസ് നോൺ നെഗറ്റീവ് 0 മൈനസ് 1 ലെസ്. എപ്പോഴും 0 ആണ്. തീറ്റയ്ക്ക് 45 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് 2 0 ആയിരിക്കും. 0 ആണ്, 0 ആവാം, 0 ഒരു വാല്യൂ ആണ്. പക്ഷെ ഓൾവേസ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റും, ഇല്ല. നമുക്കൊരു തീറ്റയ്ക്ക് ഒരു 30 ഡിഗ്രി എടുത്തു കൊടുത്തു നോക്കിയാൽ ഇപ്പോൾ √3 പ്ലസ് ടാൻ 1/√3 1/3 മൈനസ് 2 വരും, 9/3 3/2 വരും. അതും എന്താണ്, ഒരു നെഗറ്റീവ് അല്ല, നോൺ നെഗറ്റീവ് സിമ്പിൾ. കാരണം എപ്പോഴും എന്താ, നോൺ നെഗറ്റീവ് ആണ് വരുന്നത്, സ്ക്വയേഴ്സ് വാല്യൂസ് ആണ് വരുന്നത്. അപ്പം 0 ആവത്തില്ല, മൈനസ് ആവണത്തില്ല, പക്ഷെ ഓൾവേസ് എന്തായിരിക്കും, നോൺ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും വരുന്ന. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി 3:4 ആണ്. 10 വർഷം കഴിയുമ്പോൾ ഏജ് 17:21 ആണ്. 10 years. 10 years. സോ നമുക്ക് അതിനെ സെയിം ആക്കാൻ വേണ്ടി ഇത് 5 ആണ്, 4 ആണ്, ഇവിടെ എന്താണ് 1 ആണ്. സോ അതിനെ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 വരും. ഇവിടെ 1 ആകുമ്പോൾ 7:21 തന്നെ വരും. സോ ഇത് എത്രയാണ്, 5 ആണ്. സോ 5 എന്ന് പറഞ്ഞ ഡിഫറൻസ് ആണ് 10. സോ 1 എന്ന് പറഞ്ഞ ഡിഫറൻസ് 2 ആണ്. സോ പെർസെൻറ്റേജ് ഓഫ് ബി എന്ന് പറയുന്നത് 16 മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 32 years ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 15 ഡിവിസിബിൾ ആണെങ്കിൽ 3യുടെ മൾട്ടിപ്ലോ ആയിരിക്കണം, 5ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണം. 5ന്റെ ഡിവിസിബിലിറ്റി എല്ലായിടത്തും 5ഉം 0 തന്നെയാണ്. യൂണിറ്റ് ഡിജിറ്റ്സ് ഓഫ് 5 എല്ലാം തന്നെ 5 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി 3യുടെ ഡിവിസിബിലിറ്റി നമുക്കറിയാം, സം ഓഫ് നമ്പേഴ്സ് എപ്പോഴും എന്താണ്, 3 കൊണ്ട് ഡിവൈസിബിൾ ആണോ എന്ന് നോക്കണം. ഫസ്റ്റ് വൺ നോക്കുക, 7 + 3 10 11 30 15. അപ്പോൾ ഇത് ഡിവിസിബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 5 + 8 9 6 8 14 21, അതും ആണ്. ലാസ്റ്റത്തെ ആണെങ്കിൽ 16 25 30, അതുമാണ്. സോ ഓപ്ഷൻ സി നോക്കുവാണെങ്കിൽ 24 29 38, അതൊരിക്കലും 3യുടെ ഡിവിസിബിലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
സോ അതുകൊണ്ട് തന്നെ ഇത് 15 ഡിവിസിബിൾ ആയിരിക്കില്ല. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ അത്രയാണ് ഈ ഒരു വീക്കിലെ ഒലീവ് ബോർഡിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.